നീ കടന്നിട്ടാണോ നിനക്ക് ആ ഒരു അവസരം കിട്ടിയത്? നാറ്റിച്ച് കളയും, അത് ചെയ്ത് കളയും, ഇത് ചെയ്ത് കളയും എന്നുള്ള ഒരു ത്രെറ്റ്. എനിക്ക് മറയ്ക്കാനും ഒളിക്കാനും എനിക്കൊന്നുമില്ല. എന്തെങ്കിലും നാളെ എനിക്ക് സംഭവിക്കുകയാണെങ്കിൽ ചോദ്യം ചെയ്യപ്പെടണം. നിങ്ങൾ കൂടെ നിൽക്കേണ്ടതല്ലേ? നിൽക്കാൻ റെഡിയാണ്. കൾപ്രിറ്റ്സിന്റെ പേര് പറയാൻ എന്താണ് മടി? സിബിന്റെ കേസ് വരെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നല്ലോ. സീസൺ 6 കുട്ടികളെങ്കിലും നമുക്ക് രക്ഷിക്കായിരുന്നില്ലേ? ആദ്യത്തെ സീസൺ ആണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം, പലർക്കും പല സാലറി ആണെന്ന് അറിയില്ലായിരുന്നു എന്ന് പറയാം. ഇപ്പൊ ഈ കുറച്ച് കിട്ടിയെന്ന് പറയുന്ന ആള് അറിയാമായിരുന്നെങ്കിൽ എന്തിനു പോയി? അതിനെക്കാട്ടി പുറത്ത് നിന്ന് ഉണ്ടാക്കാൻ പറ്റുമായിരുന്നെങ്കിൽ പോണ്ടായിരുന്നു. ഏഷ്യാനെറ്റിന്റെ ഭാഗത്ത് നിന്ന് സപ്പോർട്ട് കിട്ടിയിട്ടുള്ള ഒരു കണ്ടസ്റ്റന്റ് വേറെ ഉണ്ടാവില്ല. എന്തുകൊണ്ട് ജുനൈസിന്റെ കേസിൽ അഖിലിനെ പുറത്താക്കിയില്ല? എന്റെ കേസിൽ അയാളോട് ക്ഷമിച്ചത് ശോഭ കൂടിയല്ലേ? എന്നെ പ്രഷറൈസ് ചെയ്ത് അഖിലിന് ഒരു ക്ഷമ കൊടുത്തൂടെ എന്നുള്ള രീതിയിലേക്ക് കൊണ്ടുവന്നു. ഹായ് ശോഭ. നമസ്കാരം. ഇപ്പോൾ സതുദ്ദേശപരമായി തുടങ്ങിയെന്ന് വിചാരിക്കുന്ന ഒരു ഡിസ്കഷൻ വേറൊരു ലെവലിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അഖിൽ പറയാൻ ഉദ്ദേശിച്ച കാര്യത്തിൽ നിന്ന് മാറി ശോഭയ്ക്ക് ഒരുപക്ഷെ ഇതിനകത്തേക്ക് വരേണ്ടിയിരുന്നില്ല എന്ന് തോന്നി. പക്ഷേ ആ ഡിസ്കഷൻ്റെ ഭാഗമായി മാറുകയോ മറ്റൊരു തരത്തിലേക്ക് ഇത് മാറുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇതിനകത്തേക്ക് ഇങ്ങനെ പെടേണ്ടി വരുന്നത്? ഇതൊരു ഡ്രാഗ് ചെയ്ത് വരുത്തിയതല്ലേ അത്? നമ്മളൊക്കെ അഭിപ്രായ സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉള്ളതാണ്. അത് ആവാം, വേണം. ചില കാര്യങ്ങൾ നമ്മൾ അനീതിയാണ് നമുക്ക് തോന്നുകയാണെങ്കിൽ നമുക്കതിനെക്കുറിച്ച് സംസാരിക്കാം, ഡിസ്കസ് ചെയ്യാം, അത് ഓഡിയൻസിലേക്ക് ഇട്ട് കൊടുക്കാം, എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യാം. പക്ഷേ അത് ഒരിക്കലും ഇന്നസെൻറ്റ് ആൾക്കാരിലേക്ക് അത് വീഴരുത്. പിന്നെ അതൊരു ശാപമായി തീരരുത്. സിബിൻ എന്ന് പറഞ്ഞൊരു കണ്ടസ്റ്റന്റിനെ കുറിച്ച് പറഞ്ഞു തുടങ്ങിയിട്ട് അത് പറഞ്ഞു തുടങ്ങി അതിലേക്കല്ല ഫോക്കസ് പോയത്. പിന്നെ ആ വിഷയം വേറൊരു കാര്യത്തിലേക്ക് പോവാണ്. എന്നാൽ അത് സെപ്പറേറ്റ് ഒരു കാര്യമായിട്ട് അത് ഡിസ്കസ് ചെയ്യാമായിരുന്നു. ഡിസ്കസ് ചെയ്യുന്ന കൂട്ടത്തിൽ ക്ലാരിറ്റിയോടെ സംസാരിക്കാമായിരുന്നു. എങ്കിൽ ഇത് സംഭവിക്കില്ലായിരുന്നു. ഇന്ന് എനിക്ക് ഇവിടെ ഇരുന്ന് സംസാരിക്കേണ്ടിയും വരില്ലായിരുന്നു. ആദ്യത്തെ ദിവസം നമ്മൾ ചില കാര്യങ്ങൾ എൻ്റെ ലൈഫിൽ മിക്ക കാര്യങ്ങളും ഞാൻ കാണുമ്പോഴും അതിനകത്ത് നടന്നിട്ട് ഞാൻ പുറത്തിറങ്ങിയപ്പം ഉള്ള സൈബർ അറ്റാക്സ് ആണെങ്കിലും അതൊക്കെ ഞാൻ സൈലൻ്റ് ആയിട്ടിരുന്ന ആളാണ്. ഇതുവരെയായിട്ട് അതിനൊന്നും ഞാൻ റിയാക്ട് ചെയ്തിട്ടില്ലല്ലോ. ഒരു കാര്യത്തിനും ഞാൻ റിയാക്ട് ചെയ്തിട്ടില്ല. പറയാനുള്ളവർ പറഞ്ഞോട്ടെ. നമുക്ക് തന്നെ അറിയാം കുറേ പേര് PR-ന്റെ വർക്കാണെന്നും ഒരു ഐഡന്റിറ്റിയും ഇല്ലാതെ സ്ക്രീനിന്റെ ബാക്കിലിരുന്ന് പല മാസ്കുകൾ അണിഞ്ഞ് കമന്റ് ചെയ്യുന്നതും പലർക്കും വേണ്ടിയിട്ട് ശബ്ദം ഉണ്ടാക്കുന്നവരാണെന്നും നമുക്കറിയാം. അതിനുവേണ്ടി നമ്മുടെ സമയം കളയുന്ന എന്തിനാണ്? അങ്ങനെ ഒരു ചിന്താഗതിയാണ് എൻ്റെത്. ഞാൻ സംസാരിച്ചിട്ടുമില്ല. എനിക്ക് സംസാരിക്കണം തോന്നിയ, റിയാക്ട് ചെയ്യണം തോന്നിയ കാര്യങ്ങളിൽ വിഷയങ്ങൾ ഡെഫിനറ്റ്ലി ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ഈ ഒരു വിഷയത്തിൽ ആദ്യത്തെ ദിവസം ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി. ഞാൻ സോഷ്യൽ മീഡിയയിൽ വരികയോ അങ്ങനെ ഒരു ഇതിലേക്കോ ഒന്നും ഞാൻ ക്രൗഡിനെ ഇതിനകത്ത് അല്ലെങ്കിൽ വേറെ മൂന്നാമതൊരാളെ അല്ല അറിയിച്ചത്. എനിക്കുള്ള ഒരു ഇത് ഈ ചെയ്ത വ്യക്തിൻ്റെ അടുത്ത് തന്നെ ഞാൻ വിളിച്ച് സംസാരിക്കുകയായിരുന്നു. അഖിലിനെ വിളിച്ചോ? അതെ. അപ്പോൾ എല്ലാവരും, എനിക്ക് തോന്നുന്നു നമ്മുടെ കണ്ടസ്റ്റൻസ്, നമ്മുടെ സീസണിലുള്ള അറ്റ്ലീസ്റ്റ് എല്ലാവരും അത് ചെയ്തിട്ടുണ്ടാവണം. എനിക്കും എല്ലാവരും കോൾസ് വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ അങ്ങോട്ട് ഒബ്വിയസ്ലി ഒരു പ്രോബ്ലം സീസൺ 1 മുതൽ സീസൺ 6 വരെയുള്ള സ്ത്രീകൾക്കെതിരെയായി ആ ഒരു കമൻറ്റ് എന്ന് പറയുന്നത് മനസ്സിലായില്ലേ? ഇപ്പം കാസ്റ്റിംഗ് കൗച്ചിനെ കുറിച്ചിട്ടാണെങ്കിലും ഈ പറഞ്ഞ ചാനലിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഇങ്ങനത്തെ ബാഡ്, അതായത് സ്ത്രീകൾക്ക് ഇങ്ങനെ ഒരു മിസ്യൂസ് ചെയ്യപ്പെടുകയാണ്, അങ്ങനത്തെ കുറേ അലിഗേഷൻസ് വരുമ്പോൾ അതിൽ ആരൊക്കെയാണ് വ്യക്തികൾ അതെനിക്കറിയാം. പക്ഷെ ഞാൻ പറയില്ല. എനിക്ക് വിക്ടിംസിനെ അറിയാം, എന്നാൽ ഞാൻ പറയില്ല. ഞാൻ പറഞ്ഞില്ല വിക്ടിംസിനെ കൊണ്ടുവരണം എന്നില്ല. പറയാൻ പറ്റുമെങ്കിൽ പറഞ്ഞാൽ മതി, പറ്റില്ല എന്നുണ്ടെങ്കിൽ പറ്റില്ല. ഇപ്പം കേസസ് നമ്മളിപ്പോൾ ഒരുപാട് എന്താ പറയുക, റേപ്പ് കേസസ് ആണെങ്കിലും പല കേസസും നമ്മൾ ഐഡൻറ്റിറ്റി മറച്ചു വെച്ചിട്ട് വിക്ടിംസിൻ്റെ ഇത് മറച്ചു വെച്ചിട്ട് തന്നെയാണ് കേസ് ഫൈറ്റ് ചെയ്യുന്നത്. ഫൈറ്റ് ചെയ്യാതെ ഇരിക്കുന്നില്ല. അവിടെ ജസ്റ്റിസും കിട്ടുന്നുണ്ട് കുട്ടികൾക്ക്. പക്ഷെ മുമ്പോട്ട് വരണം. അത് നമുക്കൊരിക്കലും എന്താ പറയുക ഫൈറ്റ്, അതും ടിൽ എൻഡ് വരെ ഫൈറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളെല്ലാവരും കൂടെ നിൽക്കാൻ റെഡിയാണ്. നമുക്കും അറിയേണ്ട കാര്യമാണ്. അങ്ങനെ ഒരു നമ്മൾ പാർട്ടായിരുന്ന ഒരു ഷോയിൽ ഇങ്ങനെയൊക്കെ അനീതിയും ഇങ്ങനെ അക്രമവും ഇങ്ങനത്തെ മിസ്യൂസും ചെയ്യപ്പെടുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി അത് മുമ്പോട്ട് കൊണ്ടുവരണം. ജസ്റ്റിസ് ആ കുട്ടികൾക്ക് വാങ്ങിക്കൊടുക്കണം. ഇനി വരുന്ന കുട്ടികൾക്ക് അത് സംഭവിക്കാതിരിക്കാനും ഉള്ള സ്റ്റെപ്സ് എടുക്കണം ഡെഫിനറ്റ്ലി. പക്ഷേ ഞാൻ പറയാം, സീസൺ 1 മുതൽ സീസൺ 6 വരെയുള്ള എല്ലാ വിമൻ കണ്ടസ്റ്റൻസ് ഇൻക്ലൂഡിങ് ട്രാൻസ് വിമനെ അത് ബാധിച്ചിട്ടുണ്ട്. അത് ബാധിച്ചിട്ടുണ്ടെന്ന് പറയും എന്നാൽ നീയാണോ അല്ലേ റിയാക്ട് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ അത് നീയാണോ, നീ അതിൻ്റെ ഭാഗമാണോ? അല്ലെങ്കിൽ റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ അവൾ സൈലൻ്റ് ആയിട്ടിരിക്കുന്ന അവൾ അതിൻ്റെ ഭാഗമായോണ്ടായിരിക്കും, അവൾക്ക് അവരുടെ എഗെയിൻസ്റ്റ് പോകാൻ പറ്റാത്തതുകൊണ്ടായിരിക്കും എന്നുള്ള രണ്ട് ഇതിലുള്ള അമ്പുമാണ് വരുന്നത്. നിങ്ങൾ ഓരോരുത്തരും പ്രതികരിക്കുന്നുണ്ട്. ഇപ്പം നാദിറ പ്രതികരിക്കുന്നു, ഇപ്പോൾ ദിയാസന പ്രതികരിക്കുന്നു,
അത് കഴിഞ്ഞിട്ട് റനീഷ വീഡിയോ ഇടുന്നു. റനീഷയുടെ വീഡിയോയിൽ റനീഷയ്ക്കെതിരായിട്ട് റനീഷിനെ ആണെന്ന് കരുതിയിട്ട് ആൾക്കാർ കമന്റ് ചെയ്യുന്നതിനെ കുറിച്ച് കൂടി പറഞ്ഞുകൊണ്ടാണ് റനീഷ പറയുന്നത് അത് ഞാനല്ല. ഇങ്ങനെ ഓരോരുത്തരും അവരവരുടെ ഭാഗം പറയാൻ വേണ്ടിയിട്ട് ദേവു വീഡിയോ ഇടുന്നു. വീഡിയോ ഇട്ടിട്ട് ഞങ്ങളല്ല എന്ന് തെളിയിക്കേണ്ട ഒരു സ്പേസിലേക്ക് ഇത് വന്നിട്ടുണ്ട്. പക്ഷേ ഒരു ജനറൽ സ്റ്റേറ്റ്മെന്റിനെ നമുക്ക് അങ്ങനെ മറികടന്ന് അല്ലാതെ കൂടെ ആയിരുന്നു എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഞാനത് പറഞ്ഞോട്ടെ, അതാ ഞാൻ പറഞ്ഞത്. ഫസ്റ്റ് ഡേ ഐ കെപ്റ്റ് സൈലന്റ്. ഞാൻ വിളിച്ച് സംസാരിക്കേണ്ടവരുടെ അടുത്താണ് ഞാൻ സംസാരിച്ചത്. സെക്കൻഡ് ഡേ, തേർഡ് ഡേ ആയിട്ടും ഇത് സ്റ്റോപ്പ് ആവുന്നില്ല. അതായത് സൈബർ ബുള്ളിങ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊന്നും വിചാരിക്കാൻ പറ്റാത്ത അതിനും മേളിലായിട്ടുള്ള രീതിയിലുള്ള സൈബർ ബുള്ളിങ് ആണ് വരുന്നത്. മനസ്സിലായില്ലേ? സ്ലട്ട് ഷേമിങ്, അതായത് നീ കടന്നിട്ടാണോ നിനക്ക് ആ ഒരു അവസരം കിട്ടിയത്, നീ അത്രയും ദിവസം നിന്ന് ഇതുകൊണ്ടാണോ നിനക്ക് അതുപോലത്തെ, അതുമല്ല, അതിനേയും കാട്ടി മോശപ്പെട്ട രീതിയിലുള്ള കമൻസ്. നാദിരയാണെങ്കിൽ പോലും ഇപ്പം ഭയങ്കര ഡൗൺ, എല്ലാവരും ഡൗൺ ആണ്. നമ്മളിപ്പോൾ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുന്നു എന്നേ ഉള്ളൂ. നമ്മൾ വേണ്ട എത്ര ഇഗ്നോർ, യു ജസ്റ്റ് ലെറ്റ് ദ ഡോഗ്സ് ബാർക്ക്, ഇഗ്നോർ എന്ന് പറഞ്ഞാൽ പോലും നമ്മൾക്കൊക്കെ ഇനി സോഷ്യൽ മീഡിയ വേണ്ട മനുഷ്യരാണ് അല്ലേ? നമ്മൾ ബിസിനസ് നമ്മൾ ചെയ്യുന്നുണ്ട്, അതിനോടൊപ്പം തന്നെ ഇനി മീഡിയയിലും നമ്മൾ ആക്റ്റീവായിട്ട് നിൽക്കേണ്ടവരാണ്. അപ്പം നമുക്ക് ഇങ്ങനൊരു സൈബർ ബുള്ളിങ് വരുമ്പോഴത്തേക്ക് ഒരു ഉള്ളിലേക്ക് കുറച്ചെങ്കിലും നമുക്ക് ആ ഒരു നെഗറ്റിവിറ്റി നമുക്ക് ഉള്ളിലേക്ക് കയറും, നമ്മുടെ ഇതിലേക്ക് കയറും. അല്ലാതിരിക്കാതെ നമ്മൾ മനുഷ്യരാണ്, നമ്മളെല്ലാവരും മനുഷ്യരാണ്. അപ്പം 3 days ആയിട്ട് നോൺ സ്റ്റോപ്പ് ഇത് വന്നപ്പോഴത്തേക്ക് എനിക്കത് സംസാരിക്കണം എന്ന് തോന്നി. അതിനോടൊപ്പം ത്രെഡ്സ് വന്നിട്ട് പോലും ഞാൻ പോയി നല്ല ലൈവിലിരുന്ന് സംസാരിച്ചു എന്നുള്ള കാര്യമാണ്. എന്ത് ഭീഷണിയാണ് വന്നത്? പലർക്കെതിരെ നമ്മൾ സംസാരിക്കുമ്പോഴത്തേക്ക് ഉള്ള ത്രെറ്റുകൾ, അത് എനിക്ക് മാത്രമല്ല, അതിൽ എടുത്ത് സംസാരിച്ച പല കണ്ടസ്റ്റൻസിനും അത് പോയിട്ടുണ്ട്. എന്താണ് അവർ പറയാൻ ശ്രമിക്കുന്നത്? നാറ്റിച്ച് കളയും, അത് ചെയ്ത് കളയും, ഇത് ചെയ്ത് കളയും, അങ്ങനെ ചെയ്യും, ഇങ്ങനെ ചെയ്യും എന്നുള്ള ഒരു ത്രെറ്റ്. ഇതിപ്പം ഞാൻ പേടിച്ചിരുന്നിരുന്നെങ്കിൽ ഇന്നലെ ഞാൻ പോയി സംസാരിക്കില്ല, ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാവില്ല. എനിക്ക് മറയ്ക്കാനും ഒളിക്കാനും ഇത് ചെയ്യാനും എനിക്കൊന്നുമില്ല. ഇന്ന് ഈ ന്യൂസ് 18 സംസാരിച്ചതിന് ശേഷമാണോ ഈ ഒരു ഭീഷണി വന്നേക്കണേ? അതിന് മുമ്പേയും വന്നു, ഇന്നലെ ഞാൻ അതിന് ശേഷവും എനിക്ക് രാത്രി ത്രെറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ത്രെറ്റിനെ കുറിച്ച് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ആരെങ്കിലും ഒരാളെങ്കിലും അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യണം. എന്തെങ്കിലും നാളെ എനിക്ക് സംഭവിക്കുകയാണെങ്കിൽ അത് ഒരു ഇതിലേക്ക് പോകണം, മനസ്സിലായില്ലേ? ചോദ്യം ചെയ്യപ്പെടണം. ശോഭ, ഇതൊരു ജനറൽ സ്റ്റേറ്റ്മെന്റിലെ ചില ഡിസ്കഷൻസ് നടന്നു പോകുന്ന സമയത്ത് ഈ ജീവൻ നഷ്ടപ്പെടുമെന്നൊക്കെയുള്ള രീതിയിലുള്ളൊരു ഭീഷണിയിലേക്ക് വരാൻ മാത്രം ഇത് വലിപ്പമുള്ള വിഷയമാണ്. നഷ്ടപ്പെടുന്നത് മാത്രമല്ലല്ലോ, മനസ്സിലായില്ലേ? ഒരാളെ നശിപ്പിക്കണമെങ്കിൽ ജീവന്റെ ഇതിനെയും കാട്ടി ഒരു സ്ത്രീക്ക് എന്തായിരിക്കും എൻ്റെ ഡിഗ്നിറ്റി, എൻ്റെ ക്യാരക്ടർ, അതൊക്കെയാണ് എൻ്റെ സെൽഫ് റെസ്പെക്റ്റ്, അതൊക്കെയാണ് എനിക്ക് മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ മൈ ലൈഫ്. അല്ലെങ്കിൽ എൻ്റെ ജീവൻ പോകുന്നു, എന്നെ കൊല്ലുന്നു, അതിനെയും കാട്ടി എനിക്ക് ഇമ്പോർട്ടൻ്റ് ആണ് അത്. അപ്പം എവിടെയാണോ ഹിറ്റ് ചെയ്യേണ്ടത് അവിടെയാണ് ഹിറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ മനസ്സിലായില്ലേ? നമ്മളെ തളർത്താൻ നോക്കുന്നത്. തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഞാൻ അതൊന്നും നോക്കേണ്ട ആവശ്യമില്ല എന്നുള്ളൊരു കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഇരുന്ന് ധൈര്യമായിട്ട് തന്നെ ഞാൻ രജനീഷിന്റെ കണ്ണ് നോക്കി ഞാൻ സംസാരിക്കാൻ കാര്യം അതാണ്. ഒരു ജനറൽ സ്റ്റേറ്റ്മെന്റ് പറയുന്നു, അതിനകത്ത് വിക്ടിമിനെ പറയേണ്ടതില്ല. നമുക്ക് അയാൾ സംസാരിക്കുന്ന സമയത്ത് വിക്ടിമിനെ പറയേണ്ടതില്ല. ഇപ്പോൾ നമ്മൾ പോസിറ്റീവായോ ഇല്ലെങ്കിൽ പ്രോഗ്രസീവായോ നോക്കുമ്പോൾ കൾപ്രിറ്റ്സിനെ കാണിച്ചുകൊണ്ടോ ഇല്ലെങ്കിൽ പറഞ്ഞു കൊടുത്തുകൊണ്ടോ നമുക്ക് സംസാരിക്കാം. അതും പക്ഷെ അയാളുടെ ഇഷ്ടമാണ്. അവിടെ ഈ പറയുന്ന രീതിയിൽ നമ്മളിപ്പോ ഇത് എതിർക്കപ്പെടേണ്ട ഒരു സ്റ്റേറ്റിലേക്ക് എത്തിയത് ഇപ്പോൾ ഈ പറയുന്ന രീതിയിൽ ശോഭയ്ക്ക് മുൻ അനുഭവം ബിഗ് ബോസിനകത്ത് തെറ്റായിട്ട് അല്ലെങ്കിൽ ശോഭയ്ക്കെതിരായിട്ട് ഉണ്ടായതുകൊണ്ട് പേഴ്സണലി ആണോ ഇത് എടുത്തേക്കണേ എന്നുള്ളതാണ് എൻ്റെ സംശയം. പേഴ്സണലി ഞാൻ അത് എടുത്തിരുന്നെങ്കിൽ ഞാൻ അന്ന് കേസിന് പോയേനെ. ഞാൻ പുറത്തിറങ്ങിയിട്ട് എൻ്റെ ബിസിനസ്സിനെ അത് നല്ലോണം ബാധിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും എനിക്ക് എൻ്റെ ഗൂഗിൾ അക്കൗണ്ട് തിരിച്ചു കിട്ടിയിട്ടില്ല. പല രീതിയിലുള്ള എനിക്ക് എൻ്റെ ബിസിനസ്സിനെ, ഓൺലൈൻ ബിസിനസ്സിനെ അത് നല്ലോണം അത് ബാധിച്ചിട്ടുണ്ട്. എന്നാൽ അത് വെച്ചിട്ട് ഞാൻ ഈ വ്യക്തിയോട് സംസാരിക്കാതിരിക്കണം. ഞാൻ പറഞ്ഞില്ല, ഞാൻ അന്ന് എന്തെങ്കിലും ഒരു ബാഗേജ് ഉണ്ടെങ്കിൽ ആ ഷോയ്ക്കകത്ത് വെച്ച് ജെനുവിൻലി ഞാൻ വിട്ട് കളഞ്ഞിട്ട് വന്ന ഒരാളാണ്. അതിനുശേഷം അഖിലുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അഖിലിൻ്റെ വീട് പാലുകാച്ചൻ റീസെൻ്റ്ലി ആയിരുന്നു. ഞങ്ങളെല്ലാവരും പോയതാണ്. ശരിക്കും പറഞ്ഞാൽ ഇത്രയും ബിഗ് ബോസ് എന്ന് പറയുമ്പോൾ ഒരു ടോക്സിസിറ്റി ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അതിനൊരു ആടിപിടി കൂടുന്നതാണ്, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഇമേജ് ആയിരുന്നു. സീസൺ 6 പോലും സീസൺ 5 വീഡിയോസും ക്ലിപ്പിങ്സും എപ്പിസോഡ്സ് ഇരുന്ന് കാണുന്ന പ്രേക്ഷകരാണ് ഇപ്പോൾ കൂടുതലും. എന്നെ കാണുന്നവരൊക്കെ അത് പറയുന്നുണ്ട്. അങ്ങനെ നമ്മൾ നല്ലൊരു ബന്ധത്തിൽ ഇരിക്കുമ്പോൾ ഇങ്ങനൊരു സംഭവം കൊണ്ടുവരുമ്പോൾ അത് തെറ്റാണെങ്കിൽ ഞാൻ തെറ്റെന്ന് തന്നെ പറയും.
അത് എന്നെ എഫക്റ്റ് ചെയ്തിട്ടുണ്ട്, എന്നെ പോലെ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന മത്സരാർത്ഥികളെ അത് എഫക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അത് ഇമോഷണലി, അത് മെൻ്റലി, അത് നല്ല രീതിയിൽ അത് എഫക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അവരുടെ വർക്കിനെ അത് എഫക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഞാൻ ക്വസ്റ്റ്യൻ ചെയ്യുക തന്നെ ചെയ്യും. ചെയ്യാനുള്ള അവകാശം ഇല്ലേ? എനിക്ക് വേണ്ടി ഞാൻ സംസാരിക്കണ്ടേ? എനിക്ക് വേണ്ടി ആരാണ് വന്ന് സംസാരിക്കാൻ പോകുന്നത്? എനിക്കും അതുപോലെ ഞാൻ എനിക്ക് വേണ്ടി മാത്രം സംസാരിച്ച പോലെ അഖിൽ അതുകൊണ്ടല്ലേ അഖിൽ സംസാരിച്ചത്. ബാക്കിയുള്ള ഇങ്ങനെ വിക്ടിമൈസ് ചെയ്യപ്പെട്ട് സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കുമ്പോഴത്തേക്ക് മറ്റ് സ്ത്രീകളെ കരിവാരി തേച്ചുകൊണ്ടായിരിക്കരുത്. ഇത്തരമൊരു കാര്യം വരുമ്പോൾ നിങ്ങൾ ആദ്യം സപ്പോർട്ട് ചെയ്യേണ്ടത് പ്രധാനപ്പെട്ട കാര്യത്തെ അല്ലേ? പ്രധാനപ്പെട്ട കാര്യമായിട്ട് അതിൽ ഉന്നയിക്കുന്നത് കാസ്റ്റിംഗ് കൗച്ചാണ്. അപ്പോൾ കാസ്റ്റിംഗ് കൗച്ചിനെ സപ്പോർട്ട് ചെയ്യാതെ എന്തിനാണ് നിങ്ങൾ മറ്റു വിഷയങ്ങളിൽ പിടിച്ചിട്ട് ഇത് പേഴ്സണൽ കാര്യമായിട്ട് എടുക്കുന്നത്? നിങ്ങൾ കൂടെ നിൽക്കേണ്ടതല്ലേ? നിൽക്കാൻ റെഡിയാണ്, അതാ ഞാൻ പറഞ്ഞത്, നിൽക്കാൻ റെഡിയാണ്. പക്ഷെ നമുക്ക് ക്ലാരിറ്റി, അതുകൊണ്ടാണ് ഞാൻ എടുത്തെടുത്ത് വീണ്ടും വീണ്ടും പറയുന്ന ക്ലാരിറ്റി. ആരൊക്കെയാണ് ആ കൾപ്രിറ്റ്സിന്റെ പേര് പറയാൻ എന്താണ് മടി? മനസ്സിലായില്ലേ? ഇപ്പം അറിയാമെന്നുള്ള ഒരു കാര്യമാണെങ്കിൽ പേടിയില്ല. ഒരു വർഷമായി, ഈ ഒരു വർഷമായിട്ട് ഈ കോൺട്രാക്ട് തീരുന്നവരെ എന്തിനു വെയിറ്റ് ചെയ്തു? അതിന് മുമ്പേ ഇത് ഡിസ്കസ് ചെയ്യാമായിരുന്നു. ഈ സിബിന്റെ കേസ് വരെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നല്ലോ. അത് നേരത്തെ ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമായിരുന്നില്ലേ? അതിനെക്കുറിച്ച് അറിയാമായിരുന്നെങ്കിൽ എന്തുകൊണ്ടത് പറഞ്ഞില്ല ഇത്രയും നാളായിട്ട്? എങ്കിൽ സീസൺ 6 കുട്ടികളെങ്കിലും നമുക്ക് രക്ഷിക്കാമായിരുന്നില്ലേ? അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ വി കുഡ് ഹാവ് സ്റ്റോപ്ഡ്, റൈറ്റ്? അതെന്തുകൊണ്ട് അത് ചെയ്തില്ല ഇത്രയും നാളായിട്ട്? അല്ലെങ്കിൽ ഇപ്പോഴും പറഞ്ഞിട്ടില്ല. ഇപ്പോഴും എന്തെങ്കിലുമൊക്കെ അതിലൊരു ആക്ഷൻ എടുക്കപ്പെടുകയാണെങ്കിൽ പോലും എന്താണ് ഇത് പറയാനുള്ള ബുദ്ധിമുട്ടെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. ബുദ്ധിമുട്ടല്ലെങ്കിൽ പോലും ലീഗലി നമുക്ക് ഫയൽ ചെയ്യാമല്ലോ. ഇതിപ്പോൾ അങ്ങനെ പോവേണ്ടതല്ല, ഒരു അവയർനെസ് എന്നുള്ള അർത്ഥത്തിലാണ് അഖിൽ പറഞ്ഞതെന്നുള്ളതാണ് ഒരു വാദം. അത് ഒരു അവയർനെസ് ആയി കരുതി കൂടെ എന്നാണ് ചോദിക്കുന്നത്. അല്ല, അവയർനെസ് ആകാം, അതാ ഞാൻ പറയാം. പക്ഷെ ആകുമ്പോൾ ഉള്ള മറുവശം നിങ്ങൾ നോക്കണം. മറുവശം എന്ന് പറയുന്നത്, ഇനി എത്ര കുട്ടികൾ, അതായത് ഇതിപ്പോൾ എല്ലാവരിലേക്കും അറിഞ്ഞു കഴിഞ്ഞു, എത്ര നല്ല വീട്ടിൽ നിന്നുള്ള ഫാമിലിയിൽ നിന്നുള്ള കുട്ടികൾ ഇനി വരും? ഇനി എത്ര സ്ട്രോങ് കണ്ടസ്റ്റൻസ് അടുത്ത ബിഗ് ബോസ് സീസണിലേക്ക് വരും? എത്ര ഫാമിലീസ് അതിനെ സപ്പോർട്ട് ചെയ്യും? എൻ്റെ തന്നെ ഞാൻ പറഞ്ഞില്ല, എന്നെ വിളിച്ചത് കഴിഞ്ഞതിൻ്റെ മുമ്പിലത്തെ സീസണിലാണ്. പക്ഷെ എൻ്റെ ആ ഒരു എന്താ പറയുക, ഈ ബിഗ് ബോസിനെ കുറിച്ചുള്ള ഒരു കാര്യങ്ങളും, അതായത് മെയിൻലി ഇതാണ്, സൈബർ ബുള്ളിങ് ആയിരിക്കും എൻ്റെ ബ്രദർ ഉദ്ദേശിച്ചത്. അതുകൊണ്ടും പിന്നെ ഞാൻ ആ കേസ് നടന്നുകൊണ്ടിരുന്നപ്പം എൻ്റെ ഓപ്പോസിറ്റ് നിൽക്കുന്നവർക്ക് അതിനെ യൂസ് ചെയ്യുകയും ചെയ്തു അവർ. അപ്പം ആ ഒരു ഇതൊക്കെ ഭയം, നിനക്ക് ഓൾറെഡി ഒരു നല്ല ഗുഡ് വിൽ ഉണ്ട്, നിനക്ക് ലൈക്ക് അത് വെച്ചിട്ട് നിനക്ക് നിന്റെ കാര്യം നോക്കി പോയിക്കൂടെ എന്നുള്ളൊരു ഇതായിരുന്നു എൻ്റെ ബ്രദറിന്. പക്ഷെ ഞാൻ അതൊന്നും അല്ല, ഞാൻ എങ്ങനെയാണോ ഞാൻ ഒറിജിനലായിട്ട് നിന്ന് എന്നെ പ്രേക്ഷകർ അക്സെപ്റ്റ് ചെയ്താണ് എന്നെ 100 ദിവസം അവിടെ നിർത്തിയത്. നമ്മൾ കളിക്കില്ലെങ്കിൽ ആരും നമ്മൾ പോകാൻ പറ്റില്ല. ഒരാഴ്ച തന്നെ പോയിട്ട് ഞാൻ പെട്ടിയും പാക്ക് ചെയ്ത് ഈ പറഞ്ഞ 100 ദിവസത്തെ ഡ്രസ്സ് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ഞാൻ തിരിച്ച് വരേണ്ട ആളാണ്. അത് മുമ്പോട്ട് പോയിട്ടുണ്ടെങ്കിൽ പ്രേക്ഷകർ വോട്ടിംഗ് ഉണ്ട് അവിടെ. നമ്മൾ കളിക്കുന്ന, യു ഹാവ് സീൻ മൈ ലൈക്ക് വാട്ട് എവർ ഐ ഹവ് ഡൺ ദെയർ, റൈറ്റ്? ഒരു എൻ്റർടൈൻ എന്നുള്ള രീതിയിലാണെങ്കിലും ടാസ്കിൻ്റെ കാര്യങ്ങളാണെങ്കിലും എൻ്റെ 101% ആണ് ഞാൻ അവിടെ എല്ലാം കൊടുത്തിട്ടുള്ളത്. എൻ്റെ അഭിപ്രായങ്ങൾ അതുപോലെ ഞാൻ സ്ട്രോങ് ആയിട്ട് പറഞ്ഞിട്ടുമുണ്ട്. ഞാൻ അവിടെ പോയതും ഈ പറഞ്ഞ പോലെ മണിയോ ഓർ ഫെയിം എന്നുള്ളൊരു കാര്യമില്ല. എന്നെ പോലെ തന്നെയായിരിക്കും ഒരുപാട് സ്ത്രീകൾ, ഇപ്പം നാദറെ പോലുള്ളവർ അവിടെ വരുന്നത് മണി ഓർ ഫെയിം, നോട്ട് ജസ്റ്റ് ഫോർ ദാറ്റ്. ചിലപ്പോൾ അവൾക്ക് ഫിനാൻഷ്യലി ചിലപ്പോൾ ആവശ്യം ഉണ്ടാവുമായിരിക്കും. അതിനെയും കാട്ടി അവൾ അവിടെ കൊടുത്തൊരു മെസ്സേജ് ഉണ്ട്. ഒരു ഓഡിയൻസിലേക്ക് ട്രാൻസ് കമ്മ്യൂണിറ്റീനെ കുറിച്ചുള്ളൊരു ചിന്താഗതി തന്നെ അവൾ മാറ്റിക്കളഞ്ഞു, ഇമേജ് മാറ്റിക്കളഞ്ഞില്ലേ? അല്ലേ? എത്ര പേർക്ക്, എനിക്ക് തന്നെ അറിയാന്നുള്ള ഒരുപാട് പേര് എൻ്റെ കൂടെ ഉള്ളവർ തന്നെ വന്ന് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ ഇങ്ങനെയല്ല ഞങ്ങൾ വിചാരിച്ചിട്ടുണ്ട്, ഇങ്ങനെയും ഇത്രയും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ലൈക്ക് ജ്ഞാനമുള്ള, അല്ലെങ്കിൽ അത് അവളുടെ പ്രായത്തിൻ്റെ അല്ല അവൾ കാണിക്കുന്ന മെച്യൂരിറ്റി അല്ലേ? അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ വീട്ടുകാർക്ക് അക്സെപ്റ്റൻസ് കിട്ടി. അതിലൂടെ നമ്മൾ സമൂഹത്തിന് എന്താണ് നമ്മൾ പറയുന്നത്, ഇങ്ങനത്തെവരുണ്ടെങ്കിൽ അവർ പുറത്ത് വരും, വെൻ ദേ കം ഔട്ട്, ഫാമിലി ഷുഡ് സപ്പോർട്ട്. കഴിഞ്ഞ ബിഗ് ബോസിന്റെ ഏറ്റവും നല്ല പോയിന്റും അതായിരുന്നു. ആണ് നാദിറയുടെ കേസ് പോലെ എന്റേതാണെങ്കിലും ഒരു ഡൊമസ്റ്റിക് വയലൻസ്, ഞാൻ എത്ര കുട്ടികളുടെ സ്റ്റോറിയാണ് ഞാൻ പറയേണ്ടത്? ഇപ്പൊ ഞാൻ സംസാരിച്ച ഒരുപാട് പേര് എൻ്റെ കൂടെ നിന്ന് സംസാരിക്കും. 3 മാസം അവർ വെയിറ്റ് ചെയ്തു ഞാൻ പുറത്തേക്ക് ഇറങ്ങാനായിട്ട്. അവര് ഒരു ഇതിലേക്ക് നിന്ന കുട്ടികൾ എത്ര പേര് പിടിച്ചു നിന്നിട്ടുണ്ടെന്നറിയോ? ലൈഫിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ട്. ഡൊമസ്റ്റിക് വയലൻസ് അനുഭവിച്ചുകൊണ്ടിരുന്ന സ്ത്രീകൾ അവർ പ്രൊട്ടക്ഷൻ ഓർഡർ ഉണ്ടെന്ന് മനസ്സിലാക്കുകയും എനിക്ക് ആ ഒരു ടോക്സിക് മാരേജിൽ നിന്ന് പുറത്തിറങ്ങുകയും ഒരു ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസിനെ കുറിച്ച് മനസ്സിലാക്കുകയും ഒരുപാട് സ്ത്രീകൾ അതിലേക്കും ബിസിനസ്സിലേക്കും തിരിഞ്ഞിട്ടുണ്ട്. മനസ്സിലായില്ലേ? അപ്പൊ ഈ ഒരു ബിഗ് ബോസ് പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞാൽ ഒരുപാട് സ്ത്രീകൾക്ക് പ്രൂവ് ചെയ്യാൻ പറ്റുന്ന, ഒരു വോയിസ് ആകാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം. അതൊരു വലിയ പ്ലാറ്റ്ഫോമാണ്. അതിലൂടെ ഇങ്ങനെ ഒരു ആംഗിളിലേക്ക് അത് കൊണ്ടുപോകുമ്പോൾ
ഒരുപാട് പേരുടെ അവസരമാണ് നമ്മളത് ഇതാക്കുന്നത്. നമുക്കതിനെക്കുറിച്ച് സംസാരിക്കണം, അങ്ങനെ ഒരു കാര്യമുണ്ടെങ്കിൽ അത് അന്വേഷിക്കണം, എല്ലാം ശരിയാണ്. പക്ഷെ അത് ആരാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരിലേക്ക് അത് ഫോക്കസ്, മനസ്സിലായില്ലേ? പക്ഷെ ആ വിക്ടിമിനെ നമുക്ക് തൽക്കാലം പുറത്തു കൊണ്ടുവരാൻ പറ്റില്ല. അപ്പോൾ അതിന് പകരം ഈ ആരോപണം പറയുന്ന ആൾക്കാരുടെ പേര് പറയാം, അത് ഓക്കെ. ഇത് ചില ക്ലാരിറ്റീസ് വരുത്തേണ്ടത്. ഇപ്പോൾ ശോഭയിലേക്ക് വരാൻ വേണ്ടിയിട്ട് കമന്റ് ബോക്സിൽ പല തരത്തിലുള്ള സൂചനകൾ വരുന്നുണ്ട്. അതിലൊന്നെന്ന് പറയുന്നത് ഈ ശമ്പളത്തിന്റെ വ്യത്യാസത്തെക്കുറിച്ചുള്ള സംസാരമാണ്. അപ്പോൾ അഖിലിന് ശമ്പളം കുറവായിരുന്നു, പക്ഷെ അത്രയും പോലും മുഖം പരിചയമില്ലാത്തവർക്ക്, പെണ്ണുങ്ങൾക്ക് ശമ്പളം കൂടുതൽ കൊടുത്തു എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. ഇങ്ങനെ ഒരു കാര്യം ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ മുൻപേ തന്നെ ഉള്ള കാര്യമല്ലേ? അതെന്തൊരു ഫൂളിഷ് ഒരു അക്വിസിഷൻ എന്നാണ് എനിക്ക്. ഇന്നലെ അതിനുള്ള നല്ലൊരു ചുട്ട മറുപടി ഇന്നലെ സാബുചേട്ടൻ തന്നെ ലൈവില് പറഞ്ഞ കാര്യമാണ്. ഇതിപ്പം സീസൺ 1 അല്ല, സീസൺ 5 ആണ് അഖിൽ മാരാർ വന്നിരുന്നത്, ഉൾപ്പെടെ ഉണ്ടായിരുന്നത്. ആദ്യത്തെ സീസൺ ആണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം, പലർക്കും പല സാലറി ആണെന്ന് അറിയില്ലായിരുന്നു എന്ന് പറയാം. ഇപ്പം ഒരാൾക്ക് ഇപ്പൊ കൂടുതൽ സാലറിയാണ്, മറ്റാൾക്ക് കുറവാണ്. ഇതെല്ലാം എന്താണ് നിശ്ചയിക്കുന്നത്? 2 കാര്യമാണ്. ഒന്നെന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻവൈറ്റ് ചെയ്തിട്ട് നമ്മളൊരു ഇതായിട്ട് പോവാണ്, മനസ്സിലായില്ലേ? നമുക്ക് ഇങ്ങോട്ട് ഇൻവിറ്റേഷൻ വന്ന് നമ്മൾ പോവാണ്. അത് മേ ബി ബിക്കോസ് ഓഫ് ഡിഫറെൻറ്റ് റീസൺസ്. ഒന്ന് മേ ബി നമ്മളൊരു സെലിബ്രിറ്റി ആയതുകൊണ്ടാവാം, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ലൈഫിൽ എന്തെങ്കിലും ഒരു എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് ചെയ്തിട്ട് ദേ മൈറ്റ് ഇൻവൈറ്റ് അസ്, ദേ വോണ്ട് അസ് ഇൻ ദ ഷോ, മനസ്സിലായില്ലേ? അപ്പൊ അങ്ങനെ ഒരു ഇൻവിറ്റേഷൻ വന്നിട്ട് ഉണ്ടെങ്കിൽ ഒബ്വിയസ്ലി നമ്മൾ ചോദിക്കണം, ഇതുണ്ടെങ്കിലേ നമ്മൾ വരുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് നെഗോഷിയേഷൻ പവർ കൂടുതലാണ് അവിടെ. അതേസമയം മറ്റൊരു വ്യക്തി വേറെ ഒരു ജോലിയും ഇല്ല, ലൈക്ക് എനിക്കിതിൽ പോയേ പറ്റുള്ളൂ, എനിക്ക് ഫെയിമും മണി ഇല്ലെങ്കിലും എനിക്ക് ഫെയിം വേണം, എന്നെ 4 പേര് അറിയപ്പെടണം, എനിക്ക് പ്രൂവ് ചെയ്യണം, വോട്ട് എവർ റീസൺ. അങ്ങനെയാണെങ്കിൽ അവർക്ക് ഒരു നെഗോസിയേഷൻ പവർ ഇല്ല എന്നുള്ള കാര്യമാണ്. അവിടെ ചാനലിനും ആ ഒരു സ്ഥാപനത്തിനും, ഈ പറഞ്ഞ എൻ്റെ മോൾ ഷൈൻ ആണെങ്കിലും ഏഷ്യാനെറ്റിനുമാണ് അതിൻ്റെ പവർ. ഇവിടെ എന്ന് പറയാൻ നേരെ തിരിച്ചാണ്. എന്നിട്ട് പോലും ഞാൻ ബിഗ് ബോസിനകത്ത് കയറിയതിന് ശേഷം ഇപ്പം ജുനൈസിനാണെങ്കിലും വേറെ പലർക്കും എന്നെയും കാട്ടി കൂടുതൽ സാലറി, ഇപ്പം ഇത് ഉദ്ദേശിച്ച് പറഞ്ഞ എന്നെയാണോന്ന് പോലും എനിക്ക് അറിയത്തില്ല. ഐ എം ജസ്റ്റ് ടെല്ലിങ്. എൻ്റെ കാര്യമാണെങ്കിൽ ഞാൻ പറഞ്ഞില്ല, കഴിഞ്ഞതിൻ്റെ മുമ്പിലത്തെ സീസണിൽ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം മണി ആൻഡ് ഫെയിമിന് വേണ്ടിയിട്ടാണ് എനിക്ക് അപ്പോഴേ പോകാമായിരുന്നു. അത് പോവാതെ ഞാൻ പറഞ്ഞില്ല, എനിക്ക് അതിനേയും കാട്ടി കൂടുതൽ എനിക്കൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കണം. എൻ്റെ സ്റ്റോറി, എനിക്ക് എന്താണോ സംഭവിച്ചത് അതിനി ആർക്കും വരാതിരിക്കട്ടെ, അത് എല്ലാവരും അറിയണം. ഞാൻ എന്താണ് ഗോ ത്രൂ ചെയ്തത്, ഇങ്ങനെ ഒരു സംഭവം ഇനിയും വരാം, അത് പെടാതെ ഇരിക്കട്ടെ എന്നുള്ളൊരു എൻ്റെ ലൈഫ് എന്ന് പറയുന്ന ഒരു സർവൈവൽ ഗൈഡായിട്ടാണ് ഞാൻ കരുതുന്നത്. അപ്പൊ അത് എല്ലാവരിലേക്ക് എത്തണം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അത് പോയത്. അപ്പൊ ഞാൻ ആ ഒരു എന്ത് റെസ്പെക്റ്റോടെയാണ് പോയത്, അതിനെക്കാട്ടി കൂടുതൽ റെസ്പെക്റ്റോട് കൂടി ഇറങ്ങി. എല്ലാ ഇന്റർവ്യൂസിലും എന്നോട് ചോദിച്ചിട്ടുള്ള കാര്യമാണ്, ബിഗ് ബോസ് എന്ന് പറയുമ്പോൾ ഒരു മേക്ക് ഓർ ബ്രേക്ക് ആണ്. ഒന്നീ നിങ്ങളത് മൊത്തത്തിൽ അങ്ങ് ഇത് ചെയ്യാം, അല്ലെ? പക്ഷെ നമ്മുടെ സീസണിന്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരു നല്ല ഓഡിയൻസിനെ, ഒരു ക്വാളിറ്റി ഓഡിയൻസിനെ നമുക്ക് ബിഗ് ബോസിന് കൊടുക്കാൻ പറ്റി എന്നുള്ള ഒരു കാര്യമാണ്, ഇൻക്ലൂഡിങ് എനിക്ക്. മനസ്സിലായില്ലേ? അത് നല്ലൊരു പേരോട് കൂടിയാണ് ഞാൻ പുറത്തിറങ്ങിയത്. എന്തൊക്കെ ഫൈറ്റ് അവിടെയൊക്കെ നടന്നിട്ടുണ്ടെങ്കിലും ഈവൻ സീസൺ നോക്കിയാൽ തന്നെ നമ്മൾ നല്ലൊരു മെസ്സേജ്, അതായത് ഫ്രണ്ട്ഷിപ്പ്, ലവ് എന്നുള്ളൊരു മെസ്സേജ് കൊടുത്തിട്ടാണ് നമ്മൾ അവിടെ നിന്ന് പുറത്തിറങ്ങിയത്, അല്ലെന്ന് പറയാൻ പറ്റുമോ? എന്നിട്ടും ഞാൻ സീസണിനകത്ത് നിന്ന സമയത്ത് മറ്റു പലർക്കും എന്നെക്കാട്ടി കൂടുതൽ സാലറി ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു, ഞാൻ എന്തൊരു മണ്ടിയാണ്, ഞാൻ എന്താ ഞാൻ എന്തുകൊണ്ട് ബിക്കോസ് ഞാൻ ചോദിച്ചതല്ല എനിക്ക് തന്നത്, അതിന്റെ പകുതിയാണ്. ബിക്കോസ് ഞാൻ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഡെഫിനറ്റ്ലി നോക്കും. എനിക്കൊരു ബിസിനസ്സും എൻ്റെ ഒരു ഇതും, എൻ്റെ പ്രൊഫൈൽ എന്ന് പറഞ്ഞാൽ ഞാനൊരു സെലിബ്രിറ്റി ഡിസൈനറാണ്, അതുപോലെ തന്നെ ഞാനൊരു സോഷ്യൽ ഓൺട്രപ്രനറും ഒരു ചൈൽഡ് ആക്ടിവിസ്റ്റ് ആണ്. അതിനെയും കാട്ടി കൂടുതൽ എൻ്റെ ഒരു ഫൈറ്റ്, അതായത് നാഷണൽ ടെലിവിഷനിൽ വന്ന ഒരു കാര്യമാണ് എൻ്റെ ഒരു സ്റ്റോറി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഒരുപാട് പേര് അപ്രീഷിയേറ്റ് ചെയ്ത് ഒരു ഫീനിക്സിനെ പോലെ, അല്ലെങ്കിൽ ഈവൻ ഏഷ്യാനെറ്റ് പോലും ഇപ്പം ജുനൈസിന് അങ്ങനെ ഒരു ഇത് കൊടുത്തിട്ടുണ്ടായിരുന്നു, എന്താ ഈ പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയ സൂപ്പർ സ്റ്റാർ എന്നൊരു ടാഗ് കൊടുത്ത് കയറ്റിയതുപോലെ തന്നെ എന്നെയും അതുപോലെ ഞാനല്ല ഈ അയൺ ലേഡി അല്ലെങ്കിൽ ധീര വനിത എന്നുള്ള ഒരു ഇത് എനിക്ക് ഏഷ്യാനെറ്റ് ആ ഒരു ചാനലും ആ ഒരു പ്രോഗ്രാമും എനിക്ക് ആ ഒരു പട്ടം തന്നാണ് എന്നെ അതിനകത്ത് കയറ്റി വിടുന്നത്, അല്ലെ? ആ ഒരു റെസ്പെക്റ്റോട് കൂടി. അപ്പം ദേ വാണ്ടഡ് മീ ഇൻ ദ ഷോ, മനസ്സിലായി? അതൊരു മറ്റുള്ളവർക്ക് ഒരു ഇൻസ്പിറേഷൻ ആകാൻ വേണ്ടിയിട്ടാണ് എന്നെ അതിനകത്തേക്ക് കൊണ്ടുവന്നത്. അപ്പം അതിൽ നെഗോസിയേഷൻ പവർ എനിക്കുണ്ടാവും. അതിന് ഒരിക്കലും ഞാൻ ഇപ്പം അകത്ത് കയറിയപ്പോഴത്തേക്ക് ജുനൈസിന് കൂടുതലാണ് കിട്ടിയതെന്ന് വിചാരിച്ചിട്ട് ഞാൻ ജുനൈസിന്റെ അടുത്ത് അടി ഉണ്ടാക്കാൻ പോവോ, പുറത്തിറങ്ങിയിട്ട് കുറ്റം പറയുകയോ അല്ലെങ്കിൽ ചാനലിനെ ക്വസ്റ്റ്യൻ ചെയ്യുകയോ അല്ല ചെയ്തത്. എനിക്ക് വേണമെങ്കിൽ പോവാതിരിക്കാമായിരുന്നു.
ഇപ്പൊ ഈ കുറച്ച് കിട്ടിയെന്ന് പറയുന്ന ആള് അറിയാമായിരുന്നെങ്കിൽ എന്തിനു പോയി? അതിനെക്കാട്ടി പുറത്ത് നിന്ന് ഉണ്ടാക്കാൻ പറ്റുമായിരുന്നെങ്കിൽ പോണ്ടായിരുന്നു. ഇപ്പൊ ഇതിനകത്ത് പ്രതികരിക്കുന്ന സമയത്ത് ശോഭ വന്നിട്ട് ഇതേപോലെ ഒരു ഇന്റർവ്യൂ തരുമ്പോൾ ശോഭയെ കുറിച്ചായിരിക്കാം പറഞ്ഞു വന്ന ആൾക്കാർ തെറ്റിദ്ധരിക്കില്ലേ? അങ്ങനെ ഒരു പേടിയുണ്ടോ? എനിക്കൊരു പേടിയില്ല. ബിക്കോസ് എനിക്ക് ഓപ്പൺലി എനിക്ക് പറയാം, എനിക്ക് അങ്ങനെ ഒരു ബാഡ് എക്സ്പീരിയൻസ് സംഭവിച്ചിട്ടില്ല. ഞാൻ ഇപ്പോഴും അടിവരയിട്ട് പറയാണ്, എനിക്ക് തോന്നുന്നില്ല എൻ്റെ സീസണിലെ ഒരു വനിതയ്ക്കോ അങ്ങനെ ഒരു ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടെന്ന്. അതായത് അങ്ങനത്തെ ഒരു ഫിനാൻഷ്യൽ ഇടപാടുകളോ അല്ലെങ്കിൽ ഒരു കാസ്റ്റിംഗ് കൗച്ച് പോലെ ഒരു ബാഡ് എക്സ്പീരിയൻസോ ഉണ്ടായിട്ടുണ്ടെന്ന് എൻ്റെ അറിവിൽ ഇല്ല. അത് അപ്പം എനിക്ക് ഓപ്പൺലി പറയാം, മനസ്സിലായില്ലേ? ഇത് അതിനെ ചാലഞ്ച് ചെയ്ത് വേണമെങ്കിലും എനിക്ക് പറയാം. ദാറ്റ് അങ്ങനെ ഒരു ആർക്കെങ്കിലും ഒരു സംശയം ഉണ്ടെങ്കിൽ ഓഡിറ്റിംഗ് രീതിയിൽ പൊക്കോട്ടെ, ഞാൻ അതിന് റെഡിയാണ്. ബിക്കോസ് എനിക്കറിയാം എന്റെ ഭാഗത്താണ് ജസ്റ്റിസ് എന്ന് എനിക്കറിയാം. ഇത് പുറത്തും അകത്തുമായിട്ട് പലതരത്തിലുള്ള കോർഡിനേഷൻ ഈ കണ്ടസ്റ്റൻസ് നടത്തുന്നുണ്ട്. കാരണം ഷോ ആദ്യമായിട്ടുള്ള കാണുന്നത് വലിയൊരു റെമ്യൂണറേഷൻ കിട്ടും, അതെ, ഒരു പ്രൈസ് മണി ഉണ്ട്. അപ്പം ഇതിൻ്റെയൊക്കെ ഒരു സാധ്യത ഉപയോഗിക്കുമ്പോൾ പല തരത്തിലുള്ള PR വർക്കിനുള്ള സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കി. PR ടീമുകളൊക്കെ ആക്റ്റീവാണ് ആ സമയത്ത്. നമ്മൾ സോഷ്യൽ മീഡിയ നോക്കി തന്നെ മനസ്സിലാക്കാൻ പറ്റും. നമുക്ക് ആ സമയത്തൊക്കെ ഇയാൾക്ക് വേണ്ടിയിട്ട് അതുവരെ സംസാരിക്കാത്തവർ പോലും സംസാരിക്കുക, എന്തെങ്കിലുമൊക്കെ വിഷയം വരുമ്പോൾ തന്നെ ഒരുപാട് പേരുടെ റെസ്പോൺസ് ഉണ്ടാവുക. അത് സ്വാഭാവികമായും ഉണ്ടാവാം, അല്ലാതെ ഉണ്ടാക്കിയും എടുക്കാം. ഇതൊക്കെ നമ്മൾ മീഡിയയിൽ നിൽക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് പിന്നിൽ. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്നത് പോലെ കണ്ടസ്റ്റൻസിന്റെ ഒരു വരുമാനത്തിന്റെ ശതമാനം ചോദിക്കാനുള്ളൊരു സാധ്യതയും ഉണ്ടാവില്ല എന്നാ ചോദിക്കണേ. അതെനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, ഇതിപ്പോൾ ഞാൻ പറയില്ല, എൻ്റെ സീസണിൽ ഏറ്റവും കൂടുതൽ ഡീഗ്രേഡിങ്, അതായത് സൈബർ ബുള്ളിങ് എനിക്കാണ് സംഭവിച്ചിട്ടുള്ളത്. എനിക്ക് അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നെങ്കിൽ തിരിച്ചടിക്കാൻ ആൾക്കാർ പുറത്തുണ്ടായേനെ. പക്ഷേ ഇതെല്ലാം ഒരുപാട് ഞാൻ 24 കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം അത്രമാത്രം എനിക്ക് ബുള്ളിങ് ആണ് എനിക്ക് അതിനകത്ത് സംഭവിച്ചിട്ടുള്ളത്. അതെല്ലാം എടുത്ത് ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചിരുന്നെങ്കിൽ പലർക്കും ഇപ്പം കിട്ടുന്ന സപ്പോർട്ട് ചിലപ്പോൾ കിട്ടിയിട്ടുണ്ടാവില്ല. പക്ഷെ അതൊന്നും ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ ജുനൈസിന്റെ ഇഷ്യൂ ആണെങ്കിലും എൻ്റെ ഇഷ്യൂ ആണെങ്കിലും അതുപോലെ തന്നെ അഖിൽ പുറത്ത് പോയിട്ട് തിരിച്ചു വന്നതിൻ്റെ ആണെങ്കിലും അതൊക്കെ ഒരു ഞങ്ങൾ തന്നെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഒരു മാച്ച് ഫിക്സിങ് പോലെയാണ് ഞങ്ങൾക്ക് തോന്നിയത്. പിന്നെ കയറി വന്നതിന് ബിക്കോസ് അറിഞ്ഞിട്ട് ഞങ്ങൾ പറഞ്ഞതല്ല ഇത്, അഖിലിന്റെ വാഗുണ്ട് അദ്ദേഹം തന്നെ പറഞ്ഞ കാര്യമാണ്. അകത്ത് വന്നിട്ട് ഞാൻ എല്ലാം അറിഞ്ഞിട്ടാണ് വന്നത്, ടോം ആൻഡ് ജെറി ഹിറ്റാണ്. അപ്പം അതിനകത്ത് വന്നതിന് ശേഷം അതുവരെ ഉണ്ടായിരുന്ന അഖിൽ അല്ല രണ്ടാമത്തെ ഒരു വേർഷൻ എന്ന് പറയുന്നത്. അതുവരെ ദേഷ്യപ്പെട്ട ഒരു ആംഗ്രി മാൻ ആയിരുന്ന ഒരു വേർഷനിൽ നിന്ന് മാറി കുറച്ചും കൂടെ എന്റർടൈനിങ് ആയി. എന്നാൽ ടാസ്കുകളിൽ അധികം പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുമില്ല. ഒരുപാട് തവണ നമുക്ക് തന്നെ എടുത്തു നോക്കിയാൽ എത്ര തവണ പറഞ്ഞിട്ടുണ്ടാവും എന്നറിയില്ല, കപ്പ് മാരാരെ തന്നെ തൂക്കും എന്നുള്ളൊരു ഡയലോഗ് എത്രയോ. അപ്പം അതായത് എല്ലാം ഉറപ്പിച്ചിട്ട് അകത്തേക്ക് കയറിയതുപോലൊരു ഇതാണ്. മാത്രമല്ല എൻ്റെ തന്നെ എടുത്തു നോക്കിയാൽ അറിയാം, എല്ലാവരും പറഞ്ഞൊരു കാര്യമാണ്, ഞാൻ മാത്രം പറഞ്ഞതല്ല, എനിക്ക് തന്നെ ഉള്ളിൽ നിന്ന് തോന്നിയിട്ടുണ്ട് ഫസ്റ്റ് അല്ലെങ്കിൽ സെക്കൻഡ് അതിൽ താഴെ പോകും എന്നുള്ളൊരു ഇത് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഞാൻ ഈ പറഞ്ഞ പോലെ അവിടെ പോയി നിന്നപ്പോൾ ഞാനത് പൂർണ്ണ മനസ്സോടുകൂടി തന്നെയാണ് ആ ഒരു ലാലേട്ടൻ്റെ കയ്യിൽ നിന്ന് ആ ഒരു ഇത് ഞാൻ അക്സെപ്റ്റ് ചെയ്തത്. പ്രേക്ഷകർ അതാണ് വിധി എങ്കിൽ എന്നാൽ പോലും ഡിസ്കഷൻ മുഴുവനും ഇത് തന്നെയായിരുന്നു. ഈവൻ എല്ലാ ഇന്റർവ്യൂസിലും അതർ കണ്ടസ്റ്റൻസിനോട് ചോദ്യങ്ങൾ ചോദിച്ചതിൻ്റെ കൂട്ടത്തിൽ ഈ ഒരു ചോദ്യവും വന്നിട്ടുള്ള ഒരു ചോദ്യമാണ്. സെക്കൻഡ് എങ്കിലും കിട്ടേണ്ടിരുന്നത് താഴെ പോയത്, അങ്ങനെ ഒരു ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതിനൊക്കെ ചോദിക്കാൻ പോയി കഴിഞ്ഞാൽ ഞാൻ ഒരുപാട് ചോദിക്കേണ്ടി വരും.